ഹായ് മച്ചാമാരെ, നമ്മളിന്നേ കാസ്റ്റിങ്ങിന് വേണ്ടി വന്നതാണ് കേട്ടോ, ഫ്രോ കാസ്റ്റിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ വന്ന സ്ഥലം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എൻ്റെ തൊട്ട് ബാക്കിൽ കണ്ട കുറേ പുല്ലൊക്കെ ഉള്ളൊരു സ്ഥലം, ഇത് മൊത്തം പാടങ്ങളാണ്. ഈ പാടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. വെള്ളമായിട്ട് അതിൽ തൊട്ടപ്പുറത്ത് കായലുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേനലായ സമയത്ത് ഈ പാടൊക്കെ ഏകദേശം വറ്റിയിട്ട് ഓരോ കുഴികളിലും, പിന്നെ അതുപോലെ എൻ്റെ ബാക്കിൽ കാണുന്ന ചെറിയ തോടുകളിലൊക്കെ ആയിട്ട് വെള്ളം ചുരുങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ചുരുങ്ങി കഴിയുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ കുഴികളിലായിട്ട് വെള്ളം കുറഞ്ഞിട്ട് അതിൽ നല്ല ബ്രാലുകളടിക്കും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. എൻ്റെ അടുത്ത് ചൂണ്ടലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവഴി പോണ സമയത്ത് ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. ഒരു അടിപൊളി വീഡിയോ ആണ്. എൻ്റെ പേര് ഹരികൃഷ്ണൻ. വെൽക്കം ടു കരേക്കടൻ വ്ളോഗേഴ്സ്. കൂട്ടുകാരെ, നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് ചൂണ്ടിടാനൊക്കെ പോകുന്ന സമയത്ത് ആദ്യം നോക്കേണ്ട കാര്യം നമ്മുടെ സേഫ്റ്റിയാണ്. സേഫ്റ്റിക്ക് ആദ്യം നമുക്ക് ഒരു ഷൂ വേണം. റബ്ബറിൻ്റെ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ഷൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ട കാര്യം ശ്രദ്ധയാണ്. നമ്മൾ പോകുന്ന സമയത്ത് അത്യാവശ്യം ഒരു വടി കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റിക്ക് കൊണ്ടോ നന്നായിട്ട് ഇളക്കി ശബ്ദം ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ. അല്ലാണെങ്കിൽ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും പാമ്പുകളുടെ അറ്റാക്ക് നമുക്കുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു തോടിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഇത് പിടിച്ചതാണ്. ചണ്ടി കാര്യങ്ങൾ ഫുള്ള് കയറ്റിയിട്ടിട്ടുണ്ട്. ഇത്രയും ക്ലീനായിട്ട് ഇത് കിടക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്നുകിൽ വറ്റിച്ചിട്ടുണ്ട്, അല്ലാണ്ടെങ്കിൽ വല വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ കാസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മീനുകൾ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി വരണമൊക്കെ കാണാൻ പറ്റും നമുക്ക്, ചെറുതായിട്ട് വെള്ളം ഇളകണമൊക്കെ. പക്ഷെ അതൊന്നും വരാലല്ല, അതൊക്കെ കടുവ അല്ലെങ്കിൽ പൊരിക്ക്, ഈ രണ്ട് മീനുകളിൽ ഏതെങ്കിലും ഒന്നാണ്. കാരണം അതാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളതും. ആ മീനുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഷോ ഇറക്കുക. വരാലധികം ഷോ ഇറക്കാത്തൊരു ഐറ്റം മീനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി നോക്കാം. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ള ഓരോ ചെറിയ ചെറിയ തോടുകളാണ് കേട്ടോ. ഇതൊക്കെ JCB കൊണ്ട് മാന്തി ഇട്ടിട്ടുള്ള ചെറിയ തോടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ വലത് ഭാഗത്തുള്ളത് പാടം, ഇടത് ഭാഗത്തുള്ളത് ചെറിയ തോടുമാണ്. അപ്പോൾ തോട്ടിൽ മൊത്തം പുല്ല് നിറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എവിടെയും കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും വെള്ളം വേണം. കുറച്ചെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവിടെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വലതുവശത്തുള്ളത് ഫുള്ള് ഉണങ്ങി കിടക്കുന്ന പാടാണ്. പക്ഷെ അതിലുള്ള പുല്ലൊന്നും ഉണങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, ചില സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഒരാളുടെ ഉയരത്തിൽ പുല്ല് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്ന ഈ ഒരു വഴി ഏകദേശം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയുള്ളത് പാടത്ത് കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് വേണം അപ്പുറത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. മച്ചന്മാരെ, നമ്മളങ്ങനെ ഈ തോടിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കാസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒരുപാട് കാസ്റ്റ് ചെയ്തിട്ട് വലിക്കാനുള്ള ഗ്യാപ്പൊന്നുമില്ല. ആകെ ഈ ഒരു 2 ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും അവസാനം മീൻ വന്ന് വെള്ളം കുടിക്കണ ഒരു 2 പോയിൻ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതല്ലാതെ വേറൊരു സ്ഥലത്ത് നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ കുറച്ച് അപ്പുറത്തേക്ക് എറിഞ്ഞിട്ട് അവിടുന്ന് പതുക്കെ വലിച്ചിട്ട് ഈ വെള്ളത്തിലേക്ക് ഫ്രോഗ് കൊണ്ടുവന്നിട്ട് ഇടണം. മീനുണ്ട് എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് അടിക്കും. പിന്നെ നമ്മളതേ ഒരുപാട് സ്പീഡിലൊന്നും വലിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇതാ പുല്ലിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ട് എടുത്തിട്ട് പതുക്കെ വലിച്ചെടുത്താൽ മതി. പതുക്കെ വലിച്ചിട്ട് പുല്ലിൻ്റെ മുകളിൽ കൂടെ പതുക്കെ വലിച്ചു കൊണ്ടുവരിക. അതിനുശേഷം വെള്ളത്തിലേക്ക് പതുക്കെ കണ്ടിട്ട് കൊടുക്കുക. വെള്ളത്തിൽ അങ്ങോട്ട് വീഴുമ്പോൾ തന്നെ 1-2 ഇടൽ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3-4ാമത്തെ ഇടൽ എന്തായാലും മീൻ അടിച്ചിരിക്കും. കാരണം മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ അത്രയ്ക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഒരുപാട് ഗ്യാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് മീൻ എന്തായാലും അവിടെ വന്നിട്ട് അടിക്കാനുള്ള നല്ല ചാൻസ് ആണുള്ളത്. ചെറിയ കുഴികളൊക്കെ പറഞ്ഞാൽ കണ്ണം വെള്ളം കുടിച്ച് പോയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഇട്ടെടുത്താൽ മീനടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനുണ്ടാവും. ഇവിടെ ഫുള്ള് പുല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ചിലപ്പോൾ
അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരിക്കണുള്ളൂ. ഗൈസ് അവിടെ സാധനം ഉണ്ട് കേട്ടോ. അവിടെ വെള്ളം ഇളക്കിയാണ്ടോ നിങ്ങൾ? അവിടെ വെള്ളം ഇളക്കിയാണ്ടോ? ഈ ഒരു പോയിന്റിൽ സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കണത്. ഇവിടുന്ന് അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവിടെ വെള്ളം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് അടിക്കും. ഓ ഗൈസ് ഇവിടെ വെള്ളം ഇളക്കണുണ്ടോ? ഞാൻ കാണിച്ചു തരട്ടാ. എൻ്റെ മോനെ ഇതിൻ്റെ അടിയിലേ ഞാൻ കാണിച്ചു തരാം. എവിടെ എവിടെയെങ്കിലും പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാമല്ലോ. പോയിൻ്റ് ഇല്ല. ഇതിൽ സാധനം ഉണ്ട് കേട്ടോ. നിറയെ കണ്ണന്മാരാണെന്നാണ് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഒരു കുഴിയാണിപ്പോൾ. ഈ മീനുണ്ട് എന്നൊക്കെ തന്നെ ഈ പുല്ലിൻ്റെ ഇടയിൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ എന്തായാലും മീൻ ഉണ്ടാവും. കാരണം അവർക്ക് ശ്വാസം എടുക്കണം എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഇതുപോലെ മുകളിൽ വന്നിട്ടാണ് അവർ ശ്വാസം എടുക്കുക. അപ്പോൾ ഈ ശ്വാസം എടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ വെള്ളം ഇങ്ങനെ മാറി കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ മീനുണ്ടാവുമെന്നാണ് അതിൻ്റെ ഒരു വെപ്പ്. അപ്പോൾ അതൊക്കെ വലിക്കണുള്ളൂ കേട്ടോ. യെസ് ഗൈസ് നോക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ നിങ്ങളോട്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ മീൻ ഇഷ്ടം പോലെ മീനാണ്. നമ്മൾ വല്ലാണ്ടൊരു ഇതൊന്നും കൊടുത്തിട്ടില്ല. ഫസ്റ്റത്തെ മീൻ അടിച്ചിട്ടുണ്ട്. യെസ്, ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളൊരു മീനാണ്. കണ്ടില്ലേ? ഈ നാടൻ വരാൽ കണ്ടില്ല, അടിയിൽ ചെറിയൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും. വളർത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആവില്ല ഉണ്ടാവുക. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇവനെ നമ്മൾ സാധാരണ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ അങ്ങോട്ട് മാറും. അപ്പോൾ ഇന്നലെ കിട്ടിയ മീനിനെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. ഇത് കിട്ടിയ സ്ഥലം ഞാൻ ഒന്നും കൂടി ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ കാണുന്ന ഈ ഒരു സ്പോട്ടാണ്. ഇതിൻ്റെ അവിടെയൊക്കെ മൊത്തം പുല്ല് നിറഞ്ഞിട്ട് അവിടെ ഒന്നും നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇറങ്ങി പിടിക്കാനും പറ്റില്ല. കാരണം കുറച്ചും കൂടി വെള്ളമുണ്ട് ഇവിടെ മൊത്തം പാടങ്ങളാണ്. കണ്ടില്ലേ, ഇതൊക്കെ പാടാണ്. ഫുള്ള് പുല്ല് നിറഞ്ഞു കിടക്കുന്ന പാടാണിത്. അപ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിലുള്ള ചെറിയൊരു തോടിൻ്റെ ഏറ്റവും എൻഡിലുള്ളൊരു കുഴിയാണിത്. കുഴി പറഞ്ഞാൽ ആകെ നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ളത് ഈ ഒരു പോയിൻറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമുള്ളൂ നമുക്ക് ആകെ കാസ്റ്റ് ചെയ്യാനുള്ളത്. മീനുകൾ എന്തായാലും ഇവിടെ വന്നിട്ടാണ് വെള്ളം കുടിക്കുക. ഒന്നുകിൽ ഇതിൽ വന്നിട്ട് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഭാഗങ്ങളിൽ വന്നിട്ട് വെള്ളം കുടിക്കും. അതിൽ ആ കാണുന്ന ആ ഒരു പോയിൻ്റതാ അവിടെ എന്തായാലും വെള്ളം കുടിക്കാൻ ചാൻസ് ഇല്ല. കാരണം അവിടെ കുറച്ച് താഴ്ച കുറവാണ് തോന്നുന്നുണ്ട്. പിന്നുള്ളത് ഈ 2 പോയിൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഈ 2 പോയിൻറ്റിൽ മാത്രമാണ് ഇപ്പോൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ചെറുതായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിക്കും. അച്ഛന്മാരെ കണ്ട. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓവർ റിസ്ക് ഒന്നും എടുക്കണില്ല. ജസ്റ്റ് അതിലിട്ടിട്ടൊന്ന് വലിക്കണുള്ളൂ. അപ്പോഴേക്കും കണ്ട ആദ്യത്തെ മീൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ പാടാണ്. പാടത്തിൻ്റെ ഇടയിലുള്ള ചെറിയ തോടുകളാണ്. അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞാൽ ചെറിയ ഈ വറ്റി പോവാറായിട്ടുള്ള കുഴികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രോഗിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു വിടുകയാണ്. കൂട്ടുകാരെ, ഇനി നമ്മൾ തിരിച്ചു പോകണ്ട. തിരിച്ചിട്ടുള്ള പോക്കാണ് ഏറ്റവും റിസ്ക്. കാരണം നമ്മളെ വന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള വഴിയാണ്. ഫുള്ള് പുല്ലാണ്. ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല. മാക്സിമം നമ്മൾ ഇളക്കി പോവുക, അത് മാത്രമുള്ളൊരു മാർഗം.
നമ്മൾ വരുന്ന വഴിക്ക് ഇതുപോലുള്ള വേറെ 1-2 സ്പോട്ടും കൂടി കണ്ടിട്ടാ. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ മീൻ അടിക്കുന്നില്ല. അത് ഇന്നത്തെ സമയമായതുകൊണ്ടായിരിക്കും, കുറച്ച് വെയിലായി പോയി. വെയിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അധികം മീൻ അടിക്കില്ല. മീൻ അടിക്കുന്ന സമയം എന്ന് പറയുന്നത് പുലർച്ചെയും അതുപോലെ തന്നെ വൈകുന്നേരമാണ്. സൂര്യൻ ഏകദേശം ഉദിച്ചു വരുന്ന ആ ഒരു സമയത്തും സൂര്യൻ ഏകദേശം അസ്തമിച്ചു പോകുന്ന ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ മീൻ അടിക്കാനുള്ള ചാൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് വെയിൽ കൂടുന്ന ഓരോ സമയവും മീൻ അടിക്കാനുള്ള ഒരു ചാൻസ് വളരെയധികം കുറഞ്ഞു വരും. വരാലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നാളെ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ വന്നിട്ടൊന്ന് ഇട്ട് നോക്കാം. എന്തായാലും മീൻ അടിക്കും. കാരണം വെള്ളം കുറഞ്ഞൊരു സമയമായതുകൊണ്ട് തന്നെ മീനുകളൊക്കെ ഏകദേശം ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അത് മാത്രമല്ല അവർക്ക് ഫുഡും കുറവായിരിക്കും. ഇപ്പോൾ പുൽച്ചാടികളുടെയൊക്കെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. ഈ കുറച്ച് വെള്ളത്തിൽ ഒരുപാട് മീനുകൾ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ മീനുകൾ അടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അവിടെ ജസ്റ്റ് ഫ്രോഗ് ഇട്ടിട്ട് ജസ്റ്റ് വലിച്ചാൽ മതിട്ടാണ്. നമ്മുടെ അടുത്ത് മീൻ മിസ്സായിപ്പോയി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ചണ്ടിയൊക്കെ ഒരുപാട് തിങ്ങി നിൽക്കുമ്പോൾ അതിന് സ്ട്രൈക്ക് മിസ്സാവാനുള്ള ചാൻസും കൂടുതലാണ്, മീൻ അടിക്കാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ മീൻ അടിക്കണം കേട്ടോ. ഇവിടെ ഇനിയിപ്പോൾ നാളെ രാവിലെ വന്നിട്ട് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഇതേപോലെ ഇട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും മീൻ അടിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം വെയിൽ കൂടിയിട്ടുണ്ട്. വെയിൽ കൂടി കഴിഞ്ഞാൽ പിന്നെ മീൻ അടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇവരെല്ലാവരും ഈ പുല്ലിൻ്റെ അടിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാസ്റ്റിംഗ് കൂടെ വെച്ച് നിർത്തുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ ഫ്രം കരേക്കടം ബ്ലോഗേഴ്സ്.